Hello my dear students, so welcome back once again to Basil's Physics Classroom. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും 4 റീജിയൻസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് പ്രധാനമായും ടെമ്പറേച്ചർ സ്കെയിൽസ്, തെർമൽ എക്സ്പാൻഷൻ, അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാമാണ്. അടുത്ത വീഡിയോയിൽ വിൽ ബി ഡീലിംഗ് വിത്ത് കലോറിമെട്രി, അതുകൂടാതെ കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ ആൻഡ് അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 4 റീജിയൻസ് ഏതൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ സ്കെയിൽസ്, ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, തെർമോമീറ്റേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തെർമൽ എക്സ്പാൻഷൻ രണ്ടാമത്തെ റീജിയൻ, കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ കാരണമുള്ള തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ പഠിക്കണം മൂന്നാമത്തത്. 4 റേഡിയേഷൻ കാരണമുള്ള അവിടെ വരുന്ന വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, സ്റ്റെഫാൻസ് ലോ തുടങ്ങിയ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ. എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ 4 സെക്ഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് സഫീഷ്യന്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് മൈ ഗ്യാരണ്ടി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു ടേം എന്ന് പറയുന്നത് ഇത് സംതിങ് നോൺ ആസ് തെർമോമെട്രി. എന്താണ് തെർമോമെട്രി? നൗ തെർമോമെട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the measurement of temperature. അപ്പോൾ the question is, എന്താണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾനെസ് ഓഫ് എൻ ഒബ്ജെക്ട്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ സം ടോട്ടൽ ഓഫ് ദ കൈനറ്റിക് എനർജീസ്. ഇത് കാരണമാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരാണ് എന്ത്? തെർമോമീറ്റർ, അല്ലെ? അപ്പൊ ഈ തെർമോമീറ്റർ യൂസ് ചെയ്ത് പല സ്കെയിൽസിലാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. പ്രധാനമായും 5 സ്കെയിൽസ്. വി ഹാവ് ഡിഗ്രി സെൽഷ്യസ്, വി ഹാവ് കെൽവിൻ, വി ഹാവ് ഫാരൻഹീറ്റ്, ഡിഗ്രി ഫാരൻഹീറ്റ്, വി ഹാവ് റീമർ ആൻഡ് വി ഹാവ് റാങ്കൈൻ. അപ്പൊ അവസാനം പറഞ്ഞ 2 പേര് നിങ്ങൾക്ക് അതിന് ഫെമിലിയർ ആയിരിക്കില്ല. ഡോൺ വറി, അതിനെക്കുറിച്ച് കൂടുതൽ ബോധമൊന്നും ചെയ്യണ്ട കേട്ടോ, അത് മറന്നു കളഞ്ഞേക്ക്. ആദ്യം പറഞ്ഞ 3 ടേംസ് ആണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. 3 ടെമ്പറേച്ചർ സ്കെയിൽസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറിയണം. റിലേഷൻ കണക്ടിങ് സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ, and that is degree Celsius divided by 100 is equal to K minus 273 by 100 is equal to F minus 32 by 180. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മള് ഈ സ്കെയിൽസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ കെൽവിൻ സ്കെയിലിന്റെ കൂടെ മാത്രമേ ആ ഡിഗ്രി എന്ന ടേം യൂസ് ചെയ്യാത്തതുള്ളൂ. ബാക്കി എല്ലാവരുടെയും കൂടെ നമ്മൾ ഡിഗ്രി യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ പനിയൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറയും അത് 105 ഡിഗ്രി പനിയാണ്. 105 ഡിഗ്രി എന്ന് പറയുന്നത് 105 ഡിഗ്രി സെൽഷ്യസ് ആണോ? 105 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ പേ കത്തിപ്പോയല്ലേ? വി ആർ ആക്ച്വലി റെഫറിംഗ് ടു വാട്ട്? വി ആർ ആക്ച്വലി റെഫറിംഗ് ടു ഫാരൻഹീറ്റ് there. അവിടെ ഫാരൻഹീറ്റ് സ്കെയിൽ ആണ് റെഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ 102 ഡിഗ്രി സെൽഷ്യസ് പനിയൊന്നും പറയാൻ പറ്റില്ല. സെൽഷ്യസ് അല്ല, ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അത് തെറ്റിച്ച് കളയരുത്. ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ റെഫറിംഗ് ടു ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ പഠിച്ചു വെക്കുക. കണക്ട് ത്രീ ടെമ്പറേച്ചർ സ്കെയിൽസ് KEAM വന്നിട്ടുണ്ട്, നീറ്റിന് വന്നിട്ടുണ്ട് പ്രീവിയസ്ലി. വെരി 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 ഇമ്പോർട്ടന്റ് റിലേഷൻ. സംഭവം സിമ്പിൾ ആണ്, തെറ്റിച്ച് കളയാതിരുന്നാൽ മതി. ഓക്കെ, കണക്ഷൻ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ സ്കെയിൽ. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ തെർമോമീറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ടെമ്പറേച്ചർ സ്കെയിൽസ് നമ്മൾ റിലേഷൻ കണ്ടു. ഇനിയാണ് നമ്മൾ പോകുന്നത് അടുത്തതിലേക്ക്, തെർമോമീറ്റേഴ്സ്. അപ്പൊ ഈ തെർമോമീറ്റേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ്. ഒന്നാമത് നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് മെർക്കുറി തെർമോമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് തെർമോമീറ്റർ എന്ന് പറയാം. മെർക്കുറി തെർമോമീറ്റർ, മെർക്കുറി തെർമോമീറ്റർ. മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ഒരു കൊളം ഉണ്ടാവും, അതിനകത്ത് കുറച്ച് മെർക്കുറി ഉണ്ടാവും. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ കോൺട്രാക്ട് ഒക്കെ ചെയ്യും ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച്. അപ്പൊ അത് ബേസ് ചെയ്താണ് ഈ മെർക്കുറി തെർമോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് യൂസിങ് എ മെർക്കുറി തെർമോമീറ്റർ വി ക്യാൻ ഫൈൻഡ് എ ടെമ്പറേച്ചർ ലൈക്ക് ദിസ്. Temperature T will be equal to L minus L0 divided by LT minus L0 divided by L100 minus L0 into 100 degrees Celsius.
ഞാൻ എന്തൊക്കെ എഴുതി വെച്ചല്ലേ. ഇവിടെ LT എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോളം അറ്റ് ടെമ്പറേച്ചർ T. ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിലുള്ള ലെങ്തിനെയാണ് LT എന്ന് പറയുന്നത്. L0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലെങ്ത് അറ്റ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. L100 എവിടെയാ? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ലെങ്ത്. അപ്പൊ ഈ ടേംസ്, ഈ ലെങ്ത് എല്ലാം നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ കാൽക്കുലേറ്റർ എടുത്ത് ഇതൊക്കെ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബിക്കോസ് ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് ഓൾറെഡി ആ ഓരോ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തെർമോമീറ്ററിൽ. അപ്പൊ നമ്മളിത് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. നമ്മളിത് ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടറോട് ഈ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എക്സാമിന് ഇത് ഓർത്തിരുന്നോ. Okay, so this is how the graduations are marked. This is how the levels are marked over there. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഒന്നാമതാണ് മെർക്കുറി തെർമോമീറ്റർ പറഞ്ഞത്. രണ്ടാമത്തത് ഇറ്റ് ഇസ് ഗ്യാസ് തെർമോമീറ്റേഴ്സ്. ഇപ്പൊ മെർക്കുറി തെർമോമീറ്ററിനേക്കാളും കൂടുതൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മളെ ഗ്യാസ് തെർമോമീറ്റേഴ്സ്. ഏകദേശം -200 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 1200 വരെ, ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്യാസ് ഒബ്വിയസ്ലി. ഓക്കെ, മെഷർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഗ്യാസ് തെർമോമീറ്റർ. രണ്ട് ടൈപ്സ്. ഒന്ന്, വി ഹാവ് എ കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്റർ. കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്റർ യൂസ് ചെയ്ത് എങ്ങനെ മെഷർ ചെയ്യും? ഗ്യാസിന് കുറച്ചും കൂടി അധികം എക്സ്പാൻഷൻ ഉണ്ട് കമ്പയർഡ് ടു മെർക്കുറി. അതുകൊണ്ടാണ് ഈ റേഞ്ച് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഗ്യാസ് തെർമോമീറ്റർ ആണെങ്കിൽ, ഗ്യാസ് തെർമോമീറ്ററിൽ കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്റർ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ടെമ്പറേച്ചർ വിൽ ബി PT minus P0 divided by P100 minus P0 into 100 degree Celsius. അപ്പൊ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞ സാറ് PT ആയിരിക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ, മറന്നു പോകരുത്. കോൺസ്റ്റന്റ് വോളിയം ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സ് ആണെങ്കിൽ റിലേഷൻ എന്താണ്? ടെമ്പറേച്ചർ T എന്ന് പറഞ്ഞാൽ PT, the pressure at the temperature T, which minus P0, pressure at 0 degree Celsius or the initial pressure, and P100 at 100 degree Celsius minus P0 into 100 degree Celsius. മാറിപ്പോകരുത്, V അല്ല P ആണ് അവിടെ യൂസ് ചെയ്തത്. ആൻഡ് സെക്കൻഡ് വൺ, അതിന്റെ എക്സ്പ്ലനേഷനിലൊക്കെ ഞാൻ പോകുന്നില്ല എന്തുകൊണ്ടാവുന്നതൊന്നും. സെക്കൻഡ് വൺ, കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ T will be equal to എന്തായിരിക്കും? VT minus V0 divided by P100 minus V0 into 100 degree Celsius. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം, കോൺസ്റ്റന്റ് പ്രഷർ തെർമോമീറ്റർ ആണെങ്കിലും കണ്ടുപിടിക്കാം. ഇത് മറന്നു പോകാതെ ഓർത്ത് വെക്കണം, പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ യുവർ എക്സാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. എന്താണ്? റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അപ്പൊ റെസിസ്റ്റൻസ് തെർമോമീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം -200 മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം റെസിസ്റ്റൻസ് തെർമോമീറ്റർ യൂസ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇവിടെയും കണ്ടീഷൻ വളരെ എളുപ്പമാണ് ഓർത്ത് വെക്കാൻ. ടെമ്പറേച്ചർ T is equal to RT minus R0 divided by R100 minus R0 into 100 degree Celsius. എളുപ്പമല്ലേ? അപ്പൊ ഇതെല്ലാം ഒരേപോലെ തന്നെ ഇക്വേഷൻ വരുന്നത് അല്ലേ. ഇപ്പൊ റെസിസ്റ്റൻസ് വരുമ്പോൾ RT minus R0. RT എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ T, R0 at 0 degree, R100 at 100 degree Celsius. ഓക്കെ, അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സിൽ ഓർത്ത് വെക്കേണ്ടത്. ഇത് കൂടാതെ വി ഹാവ് പൈറോമീറ്റേഴ്സ്. പൈറോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ തെർമോമീറ്റേഴ്സ് ആണ്. ഓക്കെ, റേഡിയേഷൻ ഇന്റൻസിറ്റി ബേസ് ചെയ്ത് മെഷർ ചെയ്യുന്നതാണ് റേഡിയേഷൻ തെർമോമീറ്ററിൽ പൈറോമീറ്റേഴ്സ്. വി ഹാവ് തെർമോ EMF, നമ്മുടെ സീബെക്ക് എഫക്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. Clear? Okay. So now let's move on to the next one, and that is about thermal expansion. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് thermal expansionലേക്കാണ്. Thermal expansion mainly 3 types ആണുള്ളത്. Okay, അപ്പൊ അതിന്റെ സബ്സിഡിയറീസ് ഉണ്ട് വേറെ. Mainly 3 types. എന്താണ്? 3 types. ഒന്നാമത്തത് we call it linear expansion. രണ്ടാമത്തേനെ നമ്മൾ വിളിക്കും സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഏരിയ എക്സ്പാൻഷൻ. അപ്പൊ ഒന്നാമത്തേനെ എന്താ വിളിക്കുന്നത്? ലീനിയർ എക്സ്പാൻഷൻ. രണ്ടാമത്തേനെ എന്താ വിളിക്കുന്നത്? ഏരിയ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ആൻഡ് ദ തേർഡ് വൺ വി ആർ കോളിംഗ് ഇറ്റ് ആസ് വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, വോളിയം ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ.
ഒന്നാമത്തത് ലീനിയർ എക്സ്പാൻഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് എൻ എക്സ്പാൻഷൻ ഇൻ ദ ലെങ്ത്. അപ്പൊ ഒരു മെറ്റൽ റോഡ് ഞാൻ എടുത്തു, മേ ബി ദിസ് ഇസ് മൈ റോഡ്, ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ അവന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തണുപ്പിക്കുമ്പോൾ ലെങ്ത് കുറയും. So with the difference in the temperature, the length of the rod changes, and therefore we have linear expansion. And based on that we can write L is equal to L0 into 1 plus alpha delta T. L is equal to L0 into 1 plus alpha delta T. അവിടെ L എന്ന് പറഞ്ഞാൽ ഫൈനൽ ലെങ്ത് ആണ്, L0 ഇനീഷ്യൽ ലെങ്ത് ആണ്. ആൽഫ is the temperature coefficient of linear expansion. Alpha is the temperature coefficient of linear expansion. Delta T എന്ന് പറഞ്ഞാൽ it is the difference in the temperature. എന്താണ് delta T? The difference in the temperature. Okay. ഇനി ഈ ഇക്വേഷനെ മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എഴുതാം. ഈ L0 ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തു ബ്രാക്കറ്റ്, then you can write it like this. L is equal to L0 plus L0 alpha delta T, or you can write L0 ഇങ്ങോട്ട് കൊണ്ടുവന്നു, delta L by L0 is equal to alpha delta T. ഇങ്ങനെയും എഴുതാം. Delta L by L0 is equal to alpha delta T. അപ്പൊ delta L എന്ന് പറഞ്ഞാൽ എന്താ? What is delta L? Change in length by original length. Change in dimension by the original dimension. What is that? അതെ, strain അല്ലേ? അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? Strain എന്നും വിളിക്കാം. So delta L by L0 is equal to alpha delta T, or alpha is equal to delta L by L0 into delta T. Fine. Okay. അപ്പൊ ഇവിടെ L0 എന്ന് പറഞ്ഞാൽ it is a length at 0 degree Celsius. ഒറിജിനൽ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇനീഷ്യൽ at 0 degree Celsius. ഓക്കെ. അപ്പൊ ഇനീഷ്യൽ 0 അല്ല, വേറെ ടെമ്പറേച്ചേഴ്സ് എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സപ്പോസ് ഇനീഷ്യൽ ലെങ്ത് L1 at temperature θ1, ഫൈനൽ ലെങ്ത് L2 at temperature θ2. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ ഇങ്ങനെ എഴുതാം. ആൽഫ will be equal to L2 minus L1 divided by L1 θ2 minus L2 θ1. അപ്പൊ θ1 θ2 എന്താ? θ1 is a temperature. അപ്പൊ നമുക്ക് θ1 θ2 എന്ന് എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് θ1 വരെ ടെമ്പറേച്ചർ T1 എന്ന് എഴുതാം. കൺഫ്യൂഷൻ വരണ്ട. T1 ഇത് T2. ഓക്കെ. അപ്പൊ θ2 പകരം നമുക്ക് എന്ത് എഴുതാം? T2 എന്ന് എഴുതാം. θ1 പകരം നമുക്ക് എന്ത് എഴുതാം? T1 എന്നും എഴുതാം. ഓക്കെ, ഫൈൻ. റൈറ്റ്. അപ്പോ ആൽഫ ഈസ് ഈക്വൽ ടു L2 മൈനസ് L1 ബൈ L1 T2 മൈനസ് L2 T1. അപ്പൊ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം. അപ്പൊ ഇത് ഇനീഷ്യൽ ടെമ്പറേച്ചർ L0 at 0 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അങ്ങനെയല്ല, ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിലാണെങ്കിൽ ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ ആൽഫ. ക്ലിയർ? റൈറ്റ്. അപ്പൊ ലീനിയർ എക്സ്പാൻഷൻ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ആൻഡ് ആൽഫ ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അടുത്തത് ഇറ്റ് ഈസ് ഏരിയ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. അപ്പൊ ഏരിയ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ when there is a change in area, when we are increasing the temperature or decreasing the temperature, അവിടെയാണ് നമ്മൾ ഈ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഏരിയ എക്സ്പാൻഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏരിയ എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ എഴുതാം. We can write it as delta A is equal to A0 into beta delta T. ഇവിടെ ഏത് ലെറ്റർ യൂസ് ചെയ്യുന്നത്? ബീറ്റ. And beta is known as coefficient of superficial or area expansion. Temperature coefficient of superficial or area expansion ആണ് beta. Delta A എന്ന് പറഞ്ഞാൽ A minus A0, change in area. Okay, this is delta A. A minus A0. Fine. Or from here you can write beta is equal to delta A divided by A0 delta T. Fine. ഇനി നമുക്ക് നേരത്തെ എടുത്ത പോലെ കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ A1 ടെമ്പറേച്ചർ T1, A2 ടെമ്പറേച്ചർ T2 ആണെന്ന് എടുത്താൽ we can write beta is equal to A2 minus A1 divided by A1 T2 minus A2 T1 എന്നും നമുക്ക് ബീറ്റ റെപ്രസെന്റ് ചെയ്യാം. Okay, so that is the second type of expansion, area or superficial expansion. Clear? And ഇനി മൂന്നാമത്തത് volume or cubical expansion. Now volume or cubical expansion എന്ന് പറഞ്ഞാൽ that is expansion in the എന്തിലുള്ളതാ? വോളിയത്തില്. Okay, so how do you write it? Delta V is equal to V0 into gamma delta T, where gamma is known as പറഞ്ഞോ temperature coefficient of
വോളിയം എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഡെൽറ്റ വി നമുക്കറിയാം V2 മൈനസ് അല്ലെങ്കിൽ V1 അല്ലെങ്കിൽ V മൈനസ് V0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ V0 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. നോ പ്രോബ്ലം. ഓക്കെ, അതുപോലെ V1 at temperature T1, V2 at temperature T2 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഗാമ ഇസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ V1 T2 മൈനസ് V2 T1 ഇങ്ങനെയും എഴുതാം. ക്ലിയർ? അപ്പൊ 3 എക്സ്പാൻഷൻസ് ആണ് നമ്മൾ മെയിൻലി പറഞ്ഞത്. ഒന്ന് ലീനിയർ എക്സ്പാൻഷൻ, 2 ഏരിയ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ആൻഡ് 3 വോളിയം ഓർ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. സംശയമില്ലല്ലോ? ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം നമുക്ക്. അപ്പൊ ഒന്നാമതായി ലീനിയർ എക്സ്പാൻഷൻ ബേസ് ചെയ്ത് we can actually explain the case of a simple pendulum, time period of a simple pendulum. നമുക്കറിയാം time period of a simple pendulum എന്ന് പറഞ്ഞാൽ simple pendulum time period is equal to 2 pi root of L by G ആണ് അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോൾ ലെങ്ത് മാറും. അതായത് it becomes 2 pi root of L ന് പകരം we have L0 into 1 plus alpha delta T. Fine. അപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോൾ ലെങ്ത് മാറും, അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം ഓൾസോ ചേഞ്ചസ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡസ് ഇറ്റ് ചേഞ്ച്? എങ്ങനെയാണ് ടെമ്പറേച്ചർ മാറുമ്പോൾ ടൈം പീരീഡ് മാറുന്നത്? ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് വി കൻ എസ്റ്റാബ്ലിഷ് എ റിലേഷൻ. ഇതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടും ഇങ്ങനെ: T മൈനസ് ടി നോട്ട് by T naught is equal to half alpha delta T. T minus T naught by T naught and T naught is the initial time period. T presently in that time period വരുന്നത്. T minus T naught by T naught is equal to half alpha delta T. ഈ delta T misplace ചെയ്തത് തെറ്റ് പോകരുത്. This is actually the difference in temperature. ഈ T naught എല്ലാം ടെമ്പറേച്ചർ അല്ല, ഇത് ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തീറ്റ എന്ന് യൂസ് ചെയ്യാം, ഡെൽറ്റ തീറ്റ, അപ്പൊ മാറിപ്പോവില്ല. ഓക്കെ, അപ്പോ T മൈനസ് ടി നോട്ട് ബൈ ടി നോട്ട് എന്ന ടൈം പീരീഡ് ആണ്, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ T മൈനസ് ടി നോട്ട് നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ ടി എന്ന് എഴുതാം, കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? ഡെൽറ്റ തീറ്റ എന്ന് യൂസ് ചെയ്യാൻ പോവാ. ദിസ് ഇസ് ഈക്വൽ ടു ടി നോട്ട്. ഒരു ദിവസം എത്ര സെക്കൻഡ്സ് ഉണ്ട്? എത്രയുണ്ട്? 86400 അല്ലെ? അപ്പൊ 86400 by 2 ആൽഫ ഡെൽറ്റ തീറ്റ. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആക്ച്വലി വാട്ട് ഇസ് ഗോണ ഹാപ്പൻ യു നോ, നമ്മുടെ സമ്മർ സീസൺ വരുമ്പോ ഈ പെൻഡുലം ക്ലോക്കിന്റെ ലെങ്ത്, ഒരു പെൻഡുലം ക്ലോക്ക് ആണെങ്കിൽ അതിന്റെ ലെങ്ത് കൂടും ബിക്കോസ് ഓഫ് എക്സ്പാൻഷൻ. അപ്പൊ ലെങ്ത് കൂടുമ്പോ there will be a change in the time period. അതുപോലെ വിന്റർ സീസൺ വരുമ്പോ ലെങ്ത് കുറയും. ഈ ലെങ്ത് കുറയുമ്പോ again there is gonna be a change in the time period. Okay, so based on that we can say that if the final temperature theta 1 or theta dash is less than the initial temperature theta naught, if theta dash is less than theta naught, then we can say that the time t will be less than t naught, and therefore we can say that the clock will gain time or it moves faster. So please do remember this condition. If final temperature theta dash is less than the initial temperature, then the final time will be less than the initial time and the clock gains and moves faster. The clock gains some time and moves faster. Okay, what is the other case? Vice versa, theta dash greater than theta naught. അങ്ങനെയാണെങ്കിലോ t will be greater than t naught. അപ്പോൾ clock loses time and moves slower. അപ്പൊ ഈ കണ്ടീഷൻ ഓർത്തു വെക്കുക. നമ്മുടെ സിമ്പിൾ പെൻഡുലം an application of thermal expansion, a linear expansion application. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം. മെയിൻ ആയിട്ട് നമ്മുടെ ഡെൽറ്റ ടി അല്ലെങ്കിൽ T മൈനസ് ടി നോട്ട് ബൈ ടി നോട്ട് ഇസ് ഈക്വൽ ടു ഹാഫ് ആൽഫ ഡെൽറ്റ തീറ്റ. അപ്പൊ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്, മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ എഴുതിയത് കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ ഒരു വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിയണം. ബേസ്ഡ് ഓൺ തെർമൽ എക്സ്പാൻഷൻ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അറിയാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വോളിയം എക്സ്പാൻഷൻ V is equal to V0 1 plus gamma delta T ആണെന്ന് അറിയാം. റൈറ്റ്, സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് അല്ലെ? അപ്പൊ ഡെൻസിറ്റി is equal to mass by volume.
അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ mass by volume. Or we can write this is equal to mass divided by volume എന്ന് പറഞ്ഞാൽ V naught 1 plus gamma delta T. Mass by volume നമുക്ക് ഡെൻസിറ്റി rho naught എന്ന് എഴുതാം. 1 plus gamma delta T the whole raised to minus 1. And by applying binomial expansion നമുക്ക് ഇങ്ങനെ കിട്ടും rho is equal to rho naught 1 minus gamma delta T. So the density also varies with respect to the temperature and is given by rho is equal to rho naught into 1 minus gamma delta T. Okay, but rho naught എന്ന് പറഞ്ഞാൽ density at 0 degree Celsius or the initial density, rho final density. ഇനി നമുക്ക് rho at temperature T1, rho 2 at temperature T2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതും? Gamma, the coefficient of volume or cubical expansion will be equal to, in terms of density, rho 2 minus rho 1 divided by rho 1 T2 minus rho 2 T1. Okay, അപ്പോൾ നമുക്ക് ഗാമ ഡെൻസിറ്റിയുടെ ഫോർമുല നമുക്ക് എഴുതാം. ക്ലിയർ? ഇനി മൂന്നാമതായിട്ട് ഇറ്റ്സ് അബൌട്ട് എ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു മെറ്റൽ സ്ട്രിപ്പ് തന്നെ. അപ്പൊ രണ്ട് മെറ്റൽ സ്ട്രിപ്സ് എടുത്തു. അപ്പോൾ this is having temperature coefficient alpha 1 and this is having coefficient alpha 2. Okay, അപ്പോൾ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ് നമ്മൾ എടുക്കുന്നത്. ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മെറ്റാലിക് സ്ട്രിപ്പിനാണ് ആൽഫ വാല്യൂ കൂടുതലുള്ളത് that will expand more, അല്ലെ? അപ്പൊ ഇവിടെ ആൽഫ 1 is greater than ആൽഫ 2 ആണെങ്കിൽ ആൽഫ 1 വാല്യൂ ഉള്ള മെറ്റൽ സ്ട്രിപ്പ് will expand more. അപ്പൊ what happens is ഈ രണ്ട് എൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ബൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ആൽഫ 1 കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും കമ്പയർഡ് ടു ആൽഫ 2. therefore what happens is it ബെൻഡ് ചെയ്യുമ്പോൾ ആരാ പുറത്തു വരാൻ പോകുന്നത്? ആരാ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്? ആൽഫ 1 ഉള്ളവനല്ലേ. അപ്പൊ ആൽഫ 1 ഉള്ളവനായിരിക്കും പുറത്തു വരാൻ പോകുന്നത്, ആൽഫ 2 ഉള്ളവൻ അകത്ത് വരും. ഇൻ കേസ് ഓഫ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ്. പറഞ്ഞ മനസ്സിലായോ? ആൽഫ 2 ഉള്ളവന് ആൽഫ കൂടുതലായതുകൊണ്ട് അവൻ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. അവൻ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ he will come outside compared to the other guy. Okay, അപ്പൊ ബൈ മെറ്റാലിക് സ്ട്രിപ്പിന്റെ കണ്ടീഷൻ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അടുത്തത് ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് സംതിങ് നോൺ ആസ് തെർമൽ സ്ട്രെസ്. തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ കംപ്രഷൻ ഒക്കെ നടക്കുമ്പോൾ സപ്പോസ് വി ആർ ബൗണ്ടിങ് ഇറ്റ്, നമ്മൾ ഈ എക്സ്പാൻഷൻ നടക്കാൻ സമ്മതിക്കാതെ ഇവനെ ബൗണ്ട് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ രണ്ട് സർഫസ് എടുത്തു ഞാൻ, ഇത് രണ്ട് വോൾസ് ആണെന്ന് വിചാരിച്ചോളൂ. ദിസ് ഇസ് മൈ റോഡ്. ഈ റോഡിന് ഹീറ്റ് എനർജി എല്ലാം കൊടുത്തു, ചൂടാവാൻ വേണ്ടി എനർജി ഒക്കെ കൊടുത്തു. പക്ഷേ ഐ എം നോട്ട് ഗിവിംഗ് ഇറ്റ് സ്പേസ് ടു എക്സ്പാൻഡ്. ഇവൻ എക്സ്പാൻഡ് ചെയ്യാൻ എന്ത് കൊടുക്കുന്നില്ല? സ്പേസ് കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റി? അവൻ എക്സ്പാൻഡ് ആവണം എങ്ങനെയെങ്കിലും, പക്ഷെ അവൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഹി വിൽ ഫീൽ എ സ്ട്രെസ് ബിക്കോസ് ഹി ഈസ് അൺഎബിൾ ടു എക്സ്പാൻഡ്. അവിടെയാണ് ഈ തെർമൽ സ്ട്രെസ് എന്ന ടേമിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഫോർ തെർമൽ സ്ട്രെസ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻ. എങ്ങനെ കണ്ടുപിടിക്കും തെർമൽ സ്ട്രെസിന്റെ വാല്യൂ? ഓൾറെഡി ഞാൻ സ്ട്രെയിൻ എന്താന്ന് പറഞ്ഞു തന്നു അല്ലെ. സ്ട്രെയിൻ എന്തായിരുന്നു? യു റിമെമ്പർ? ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതി, alpha delta T, right? And we know that stress by strain is a constant which is known as Young's modulus. സംശയമില്ലല്ലോ. സ്ട്രെയിൻ എന്താണെന്ന് അറിയാം. അപ്പൊ നമുക്ക് തെർമൽ സ്ട്രെസ് ഇവിടെ എഴുതാം. What will be the value of thermal stress? Thermal stress will be equal to Y into strain. Strain എന്ന് പറയുമ്പോൾ alpha delta T. Okay, that is the thermal stress. Stress എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ വാൾസ് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇസ് ഈക്വൽ ടു y a alpha delta t. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മുടെ തെർമൽ സ്ട്രെസ് എന്താണ്? y alpha delta t and the force exerted by the rod on the wall will be y a alpha delta t. Okay, അപ്പൊ നമുക്ക് നാലാമത്തെ തെർമൽ സ്ട്രെസ് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു കാര്യം, when we are heating a rod, നമ്മൾ ആദ്യം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ റോഡ് ഒരു സ്കെയിൽ ആണെങ്കിൽ നമ്മൾ സ്കെയിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ആ ഗ്രാജുവേഷൻസ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഈ ഓരോ ഇപ്പൊ 1 millimeter ഡിഫറൻസസ് എല്ലാം അങ്ങ് മാറും, എക്സ്പാൻഡ് ചെയ്യും. അതായത് നമുക്ക് കിട്ടുന്ന റീഡിംഗ് പിന്നെ ഒറിജിനൽ റീഡിംഗ് ആയിരിക്കില്ല, ദർ വിൽ ബി എ സ്മോൾ ചേഞ്ച്. അപ്പൊ നമ്മൾ എങ്ങനെ ഒറിജിനൽ റീഡിംഗ് കണ്ടുപിടിക്കും? ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് അനദർ കണ്ടീഷൻ for finding out the right reading of the scale reading കണ്ടുപിടിക്കാൻ what we use is
true value is equal to scale reading into 1 plus alpha, final temperature minus the initial temperature, so theta dash minus theta, അല്ലെങ്കിൽ T2 minus T1 എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ട്രൂ വാല്യൂ, അപ്പൊ മെഷർ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ട്രൂ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? The scale reading into 1 plus alpha. Alpha and the coefficient of linear expansion. Theta dash minus theta. ഓർത്ത് വെക്കുക കേട്ടോ. That is the case of a scale. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞു, ബൈമെറ്റാലിക് സ്ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു, വേരിയേഷൻ ഡെൻസിറ്റി പറഞ്ഞു, തെർമൽ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, സ്കെയിൽ റീഡിംഗ് എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, നൗ ഇതെല്ലാം കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം കൂടിയുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ദ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. നമ്മൾ സോളിഡ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാകാം, ഏരിയ എക്സ്പാൻഷൻ ഉണ്ടാകാം, അതുപോലെ വോളിയം എക്സ്പാൻഷൻ ഉണ്ടാകാം. പക്ഷെ ലിക്വിഡിന്റെ കേസിൽ, ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോളിയം എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് ടൈപ്സ് ഓഫ് എക്സ്പാൻഷനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് പറയുമ്പോൾ. അപ്പോൾ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് വൺ, EF, thermal expansion in fluids. Thermal expansion in fluids. രണ്ട് ടൈപ്സ് ഓഫ് എക്സ്പാൻഷൻ. ഒന്ന് apparent expansion. Coefficient of apparent expansion, gamma apparent. Now apparent expansion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന എക്സ്പാൻഷൻ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എക്സ്പാൻഷൻ, അതിൽ we do not take into account the change in the volume of the vessel. അതായത് നമ്മളൊരു വെസലില് ഒരു ലിക്വിഡ് ഫ്ലൂയിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു അല്ലെ, ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വെസലിന് എക്സ്പാൻഡ് ആകും, മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യാതെ, ഇഫ് യു നോട്ട് കൺസിഡറിങ് ടേക്കിംഗ് ദാറ്റ് ഇൻ ടു അക്കൗണ്ട്, നമുക്ക് തോന്നുന്ന, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എക്സ്പാൻഷൻ, അതിനെയാണ് അപ്പാരന്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പാരന്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് റിയൽ എക്സ്പാൻഷൻ. അപ്പൊ ഗാമ റിയൽ എന്ന് പറയും. റിയൽ എക്സ്പാൻഷൻ, റിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വൽ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡ്യൂ ടു ഹീറ്റിംഗ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്ച്വൽ ഇൻക്രീസിനെയാണ് നമ്മൾ റിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൂടാതെ നമ്മൾ ഒരു ടേം കൂടി ഓർക്കണം, ഗാമ വെസൽ. അതെന്താ? അത് എക്സ്പാൻഷൻ ഇൻ ദി വെസൽ. ഇത് മൂന്ന് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം, ഗാമ റിയൽ is equal to gamma apparent plus gamma vessel. Okay, gamma real is equal to gamma apparent plus gamma vessel. ഇത് മറന്നു പോകരുത് ഈ റിലേഷൻ. Okay, and if gamma real is greater than gamma apparent, then the level of the liquid will rise on heating. Liquid level rise ചെയ്യും on heating. So please remember this, very important. If gamma real is greater than gamma apparent, the liquid level rises on heating. Okay, appo nere tirichanengilo gamma real less than gamma apparent anengil the liquid level falls on heating, and if gamma real is equal to gamma apparent anengil no change in the liquid level. Okay, മൂന്ന് ഓർത്ത് വയ്ക്കുക. Rise in liquid level if gamma real is greater than gamma apparent. No change when gamma real is equal to gamma apparent, and this case also. Okay, അപ്പോൾ മൂന്ന് കേസും ഓർത്ത് വയ്ക്കുക. And gamma real is equal to gamma apparent plus gamma vessel. Okay, ഒരു കാര്യം കൂടിയും, and that is regarding the change in volume. Now, apparent change in the volume നമ്മൾ എങ്ങനെ എഴുതും? Apparent change in the volume. Apparent change in the volume will be equal to V naught into gamma apparent into delta theta. Delta theta is a difference in temperature. Okay, then ചില സ്ഥലത്ത് ഡെൽറ്റ തീറ്റ എന്നും ചില സ്ഥലത്ത് ഡെൽറ്റ ടി എന്ന് എഴുതുന്നു. എല്ലാം സെയിം തന്നെ കേട്ടോ. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവിടെ ടി മൈനസ് ടി നോട്ട് ബൈ ടി നോട്ട് നമ്മുടെ ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഗാമ അപ്പാരന്റ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു ഗാമ അപ്പാരന്റ് ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പൊ ഗാമ അപ്പാരന്റ് എന്താണ് ഇവിടുന്ന്? ഗാമ റിയൽ മൈനസ് ഗാമ വെസൽ. ഓക്കെ, ആൻഡ് ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ച ഒരു വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ കണക്ടിങ് alpha, beta and gamma, and the condition is alpha is to beta is to gamma is equal to 1 is to 2 is to 3. Very very important, please to remember this. Or നമുക്ക് ഇങ്ങനെ എഴുതാം, alpha equal to beta by 2 which is equal to gamma by 3. അങ്ങനെയും എഴുതാം. Okay, the relation connecting alpha, beta and gamma. Clear? Right? So നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ടെമ്പറേച്ചർ സ്കെയിൽസിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെന്റ്
തെർമോമീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, എക്സ്പാൻഷൻ 3 ടൈപ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, സോ മേക്ക് ഷുവർ യു ലേൺ ദീസ് ടോപ്പിക്സ്. ഇനി അടുത്ത വീഡിയോയിൽ വിൽ ബി ലേണിംഗ് വിത്ത് അബൌട്ട് കലോറിമെട്രി. അതിനുശേഷം വിൽ ഓൾസോ ബി കവറിംഗ് അബൌട്ട് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് റേഡിയേഷൻ ആൻഡ് എവറിഥിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Okay, so till next time, thank you.